തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ പോയില്ലേ? കുറച്ചു മുമ്പ് കൊണ്ടുവന്ന ആ കേസ് ഒരുപാട് രക്തം പോകുന്നുണ്ടായിരുന്നല്ലോ. അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റാ, ഒരു മണ്ടിപ്പെണ്ണ്. എന്നിട്ട് എങ്ങനെയുണ്ടിപ്പോ? എന്താ, നിനക്ക് പരിചയമുള്ള കൊച്ചാണോ? ഇല്ല, കണ്ടപ്പോ എനിക്കെന്തൊരു വല്ലായ്മ. ചെറിയ പ്രായമാണെന്ന് തോന്നുന്നല്ലേ? അതെ, ഇവിടെ എത്തിക്കാൻ ഒരല്പം കൂടെ വൈകിയിരുന്നെങ്കിൽ ടെൻഷൻ ആകുമായിരുന്നു. ചോര ഒരുപാട് പോയി. ഏതോ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നതാ. മാരീഡ് അല്ലാന്നാണ് അറിഞ്ഞത്. ഇങ്ങനെ കാണിക്കാനുള്ള പ്രൊവോക്കേഷൻ ലവ് ഫെയിലിയറാ. കുട്ടി എല്ലാം പറഞ്ഞല്ലേ? മൂടിയും പൊതിഞ്ഞും ചില സൂചനകൾ. പ്രണയത്തിന്റെ സമ്മാനം അവളുടെ വയറ്റിൽ കിടപ്പുണ്ട്. പ്രഗ്നന്റ് ആണ് ആ പാവം. ആരിൽ നിന്നോ ഒന്നാന്തരം തേപ്പ് കിട്ടിയിട്ടുണ്ട്. ഏതോ ഫ്രോഡ് കേസ് പ്രണയം നടിച്ച് വിശ്വസിപ്പിച്ച് കാര്യം സാധിച്ചപ്പോ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാകുമെന്നേ. ഈയിടെ ഇത് സർവ്വസാധാരണമാ. ഈ ടെക്സ്റ്റൈൽസിലും മോളിലും ഒക്കെ ജോലിക്ക് വേണ്ടി റിമോട്ട് ഏരിയകളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ വളച്ചൊതുക്കി മുതലാക്കാൻ നോക്കുന്ന കുറെ എണ്ണമുണ്ട്. കണ്ണി ചോരയില്ലാത്ത റാസ്കൾസ്. പാവം പിടിച്ച ഈ പെമ്പിള്ളേരെ നശിപ്പിക്കുന്ന അവന്മാരെയൊക്കെ നടു റോട്ടിലിട്ട് പച്ചയ്ക്ക് കത്തിക്കണം. അതാണ് എന്റെ അഭിപ്രായം. അല്ല, നിനക്കെന്താ ഇത് കേട്ടിട്ടൊരു വല്ലായ്മ പോലെ? അത് പിന്നെ ചെറിയൊരു സംശയം. ആ കുട്ടി ഏട്ടന്റെ ടെക്സ്റ്റൈൽസിലുള്ള സെയിൽസ് ഗേൾ ആണോന്ന്. ഓ, അത് ശരി. എങ്കിൽ ഉടൻ വിളിച്ച് പറഞ്ഞേക്ക്. അവളുടെ ജീവൻ അപകടമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അതിന്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ആലോചിക്കുമ്പോ, അച്ഛനില്ലാത്ത കുട്ടിയെ പ്രസവിക്കാതിരിക്കാൻ പാവം മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതായിരുന്നു. ഇവിടുന്ന് പോയാ ഇനി ഇത് തന്നെ ചെയ്യില്ലാന്ന് എന്താ ഉറപ്പുള്ളത്? ആള് ഫുൾ ഡൗൺ ആണ്. ഇത്തിരി സീരിയസാ. ഡോക്ടർ, മോളെ, ഞാൻ നിന്നെ വിളിക്കാവേ. കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ട്. നമ്മുടെ സ്വന്തം സ്ഥാപനമായതുകൊണ്ട്. ശരിയെന്നാ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.